ഹായ് ഫ്രണ്ട്സ്, ഒത്തിരി പേര് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ വീഡിയോ ഉടനെ തന്നെ ഇടണമെന്ന്. അപ്പോൾ ഇതാ എങ്ങനെയാണ് ഈ സ്ട്രോബെറി ഡിസൈൻ ചെയ്യുന്നതെന്നുള്ള വീഡിയോ ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്യാൻ പോവാം കേട്ടോ. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് കണ്ടു നോക്കാം. അപ്പോൾ അതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളെ കാണിക്കുവാണ്. ഇതാ ഇവിടെ ഞാൻ കുറച്ച് നീഡിലെടുത്തിട്ട് നൂല് കോർത്ത് വെച്ചിട്ടുണ്ട്, കണ്ടോ. ഈ നൂല് 3 സ്ട്രാൻഡ്സ് എടുത്തിട്ട് രണ്ടായിട്ട് മടക്കി 6 സ്ട്രാൻഡ്സ് ആക്കിയാണ് വെച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ആവശ്യമുള്ള എല്ലാ കളേഴ്സും ഞാൻ നീഡിൽ കോർത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫാസ്റ്റായിട്ട് നമ്മുടെ ഡിസൈൻ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇടയ്ക്ക് നീഡിൽ കോർക്കുമ്പോൾ ചെറുതായിട്ട് ബോറടിക്കും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ കുറച്ച് നീഡിൽ ഇതേപോലെ കോർത്ത് വെക്കും കേട്ടോ, കണ്ടോ. ഇതൊരു ഡിസൈനിൽ ലീവ്സ് ചെയ്തിട്ടുണ്ട്, കുറച്ച് ഏരിയ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലും സ്ട്രോബെറി കുറച്ച് കാണിക്കാം, പിന്നെ ലീവ്സ് ചെയ്യുന്നത് വേറെ ഒരു പിക്ചർ സ്റ്റാർട്ടിങ്ങിൽ തൊട്ട് കാണിക്കാം കേട്ടോ. അതിനു മുന്നേ ഇതിൻ്റെ ത്രെഡിൻ്റെ നമ്പേഴ്സൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം, കണ്ടോ. കറക്റ്റായിട്ട് കാണാൻ 0256 ആണ് ലീവ്സ് സ്റ്റെം ചെയ്യാനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ റെഡ് കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത് സ്ട്രോബെറി ചെയ്യാനായിട്ട്. റെഡിൻ്റെ നമ്പർ 047, കണ്ടോ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതേപോലെ കുറച്ച് ലൈറ്റ് കളർ യൂസ് ചെയ്യുന്നുണ്ട്. ലൈറ്റ് കളർ ത്രെഡിൻ്റെ നമ്പർ കണ്ടോ 046. അപ്പോൾ ഹിയർ ഐ എം യൂസിങ് 047 ആൻഡ് 046. ഗ്രീൻ കളർ ഐ എം യൂസിങ് 0256 ആൻഡ് ഐ എം ഓൾസോ യൂസിങ് വൈറ്റ് കളർ ത്രെഡ്, കണ്ടോ. വൈറ്റ് കളറും നമ്മളിതിൽ യൂസ് ചെയ്യേണ്ടത്. വൈറ്റിന് ദർ ഇസ് നോ നമ്പർ. അപ്പോൾ ഇത്രയും കളേഴ്സാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് യു ക്യാൻ യൂസ് യുവർ ഓൺ കളേഴ്സ്, യു ക്യാൻ ഡിസൈഡ് യുവർ കളർ കോമ്പിനേഷൻ. പക്ഷേ സ്ട്രോബെറി ആയതുകൊണ്ട് ഓൾവേസ് നമുക്ക് റെഡ് ആൻഡ് റെഡിൻ്റെ ഷെയ്ഡ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് ബെറ്റർ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ നിങ്ങളെ റെഡ് കാണിക്കുന്നത്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ചില ആൾക്കാർ കുറച്ച് പിങ്കിൻ്റെ ഷെയ്ഡ്സ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ പിങ്ക് ഇട്ടുള്ള സ്ട്രോബെറി നമുക്ക് പിന്നെ ചെയ്ത് നോക്കാം. ഇപ്പോൾ എന്തായാലും ക്രിസ്മസ് ആയതുകൊണ്ട് എല്ലാവരും ആ ഒരു ക്രിസ്മസിൻ്റെ മൂഡിലായിരിക്കും. പെൻസിൽ യൂസ് ചെയ്തിട്ട് ഡിസൈൻ വരച്ചിട്ടുണ്ട്. അപ്പം നമുക്കിതിൻ്റെ സ്റ്റെം ആദ്യം ചെയ്യാം. സ്റ്റെം ചെയ്യാനായിട്ട് ഞാൻ സ്റ്റെം സ്റ്റിച്ചാണ് യൂസ് ചെയ്യുന്നത്. ത്രെഡ് എടുത്തിരിക്കുന്നത് 6 സ്ട്രാൻഡ്സ് ആണ്. അതായത് 3 സ്ട്രാൻഡ്സ് എടുത്തിട്ട് മടക്കി കെട്ടി എടുക്കുമ്പോഴേക്കും 6 സ്ട്രാൻഡ്സ് കിട്ടും. അപ്പോൾ അങ്ങനെ നിങ്ങൾ 6 സ്ട്രാൻഡ്സ് എടുക്കുക ത്രെഡ്. നമ്മുടെ വർക്കിന് കുറച്ച് പ്രൊജക്ഷൻ കിട്ടാനാണ് 6 എടുക്കുന്നത്. പിന്നെ കുറച്ച് പതിഞ്ഞ പോലത്തെ വർക്കാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഒരു 3 സ്ട്രാൻഡ്സ് എടുത്താലും മതി കേട്ടോ. സ്റ്റെം സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് സ്റ്റെം ചെയ്യുമ്പോൾ കാണാനായിട്ട് നല്ല ഭംഗിയാട്ടോ. അതുകൊണ്ടാണ് എൻ്റെ വീഡിയോയിൽ കൂടുതലായിട്ട് ഞാൻ സ്റ്റെം സ്റ്റിച്ച് യൂസ് ചെയ്യുന്നത്. ഓൾറെഡി ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് സ്റ്റിച്ചസും കളേഴ്സും എല്ലാം നമ്മളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നമുക്ക് ചേഞ്ചസ് കൊണ്ടുവരാം. അപ്പം നിങ്ങൾ എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യുക. ബാക്ക് സ്റ്റിച്ച് നല്ലതാണ്. അതേപോലെ ഓരോ സ്റ്റിച്ചും നമ്മൾ ചെയ്തിടുന്ന സമയത്ത് അത് നമുക്ക് നല്ലതായിട്ട് തോന്നും. എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഇത് സ്റ്റെം സ്റ്റിച്ചാണ്. അതുകൊണ്ടാണ് കേട്ടോ ഞാനിത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ നല്ല സ്പീഡിൽ ചെയ്യാനായിട്ടും സാധിക്കും. പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സ്റ്റെമ്മിൻ്റെ ഡിസൈൻ ഫുള്ള് ആ ഒരു വലിയ സ്റ്റെം തീരുന്നവരെ ചെയ്യുന്നത്. ചിലർ നമ്മൾ ഫെമിലിയർ ആയിട്ടുള്ളവർക്ക് വേഗം മനസ്സിലാവും. പക്ഷേ ബിഗിനേഴ്സ് എപ്പോഴും നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടല്ലോ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് കൂടുതലായിട്ട് കാണിക്കുന്നത്. സ്റ്റെം കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിന് നേരെയുള്ള ലീഫ് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ലീഫ് എങ്ങനെയാണ് ചെയ്യുന്നത് നിങ്ങൾ കെയർഫുള്ളായിട്ട് കാണാം കേട്ടോ. ലീഫ് ചെയ്യാനായിട്ട് സാറ്റിൻ സ്റ്റിച്ച് യൂസ് ചെയ്യാം. ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഫ്രണ്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് കറക്റ്റ് മിഡിലെ മാർക്കിംഗ് നോക്കിയിട്ട് ചെയ്യാം. അങ്ങനെ ചെയ്താലും നമുക്ക് ചെയ്യാൻ സാധിക്കും. അതുകൂടാതെ സ്റ്റെമ്മിൻ്റെ സ്റ്റിച്ച് ആ ലീഫിൻ്റെ മിഡിൽ പോർഷൻ വരെ ചെയ്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും. അപ്പോൾ അതുകൂടി ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം. കണ്ടോ, ഇതേപോലെ നമുക്ക് ലീഫ് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ലീഫിൻ്റെ ഒരു 3 ഒരു ഇത്ര ഭാഗം വരെ നമുക്ക് ഇതൊന്ന് നോക്കാം. അത്രയും നമുക്ക് സ്റ്റെം ചെയ്ത് ഫിനിഷ് ചെയ്ത് വെച്ചിട്ട് 2 സൈഡിൽ നമുക്ക് സാറ്റിൻ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് ഫില്ല് ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നതെന്ന് നിങ്ങളൊന്ന് കെയർഫുള്ളായിട്ട് കണ്ടു നോക്കുക. നമ്മൾ വീഡിയോ കാണുന്ന സമയത്ത് ചിലരുണ്ട് വീഡിയോ, അതായത് ജസ്റ്റ് വർക്ക് മാത്രം ഒന്ന് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി കാണുന്നവർ. അപ്പോൾ അവർ സ്കിപ്പ് ചെയ്തിട്ടായിരിക്കും കൂടുതൽ കാണുന്നത്. പക്ഷേ ഈ സ്കിപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറേ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വിട്ടുപോകും. ഇതിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും. ആ ലീഫിൻ്റെ ഷേപ്പ് അനുസരിച്ചിട്ട് നമ്മൾ ത്രെഡ് ഇടുന്നതിലും വ്യത്യാസം വരുന്നുണ്ട്. പിന്നെ നമ്മളിപ്പോൾ വരയ്ക്കുന്ന സമയത്ത് എന്തെങ്കിലും മിസ്റ്റേക്സ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ.
ഇപ്പോൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാനിത് സ്റ്റാൻഡിൽ വെച്ചല്ല ചെയ്യുന്നത്, നമ്മൾ ഫ്രെയിം ഇട്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഞാൻ നിങ്ങൾക്ക് കാണാനായിട്ട് ക്യാമറയുടെ അടുത്ത് അടുപ്പിച്ച് പിടിച്ചാണ് ഈ വീഡിയോ എടുത്തിരിക്കുന്നത്. ലീഫിൻ്റെ ഒരു സൈഡ് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു സ്റ്റിച്ച് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും, അപ്പോൾ വൺ സൈഡ് മാത്രം ചെയ്താൽ മതി, ബാക്കി വേണമെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവുമല്ലോ, അപ്പോൾ ചെയ്ത് നോക്കിക്കോളൂ എന്ന് വിചാരിച്ചു. പക്ഷേ പിന്നീട് ഞാൻ വിചാരിച്ചു കേട്ടോ, ഇത് ഒട്ടും അറിയാതെ കാണുന്നവരൊക്കെ ഉണ്ടാവും. ചില ആളുകൾ വിളിച്ചിട്ട് മെസ്സേജൊക്കെ ഇടാറുണ്ട്, എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ടൈം കാണുവാണ്, അപ്പോൾ നമ്മുടെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെയൊക്കെ ഉള്ളവർ, ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് എന്തായാലും ഈ ലീഫ് കംപ്ലീറ്റ് ആയിട്ട് നമ്മളൊന്ന് ചെയ്ത് കാണിക്കുമ്പോൾ കുറച്ച് യൂസ്ഫുൾ ആകുമല്ലോ. അപ്പോൾ അത് ഓർത്തിട്ട് ഞാൻ ഈ ലീഫ് കംപ്ലീറ്റ് ചെയ്യുവാണ്. പിന്നെ ഓൾറെഡി അറിയാവുന്നവർക്ക് സ്റ്റിച്ച് മനസ്സിലായാലും എന്തായാലും ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ളവരൊക്കെ സ്കിപ്പ് ചെയ്തിട്ട് വീഡിയോ കണ്ടാലും അവർക്ക് ഏകദേശം ഈ ഡിസൈൻ കറക്റ്റായിട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. എനിക്ക് തോന്നുന്നു ഇത് ആദ്യമായിട്ടാണ് ഇത്രയും പേര് വിളിക്കുകയും മെസ്സേജ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. അതായത് ഒരു ഡിസൈൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ട്യൂട്ടോറിയൽ വീഡിയോ ഇടണം എന്ന് പറഞ്ഞിട്ട്. എന്താണെന്ന് വെച്ചാൽ ഇത് ഓൾറെഡി ഞാൻ പറഞ്ഞു ക്രിസ്മസ് ടൈം ആയതുകൊണ്ട്, പിന്നെ സ്ട്രോബെറിയുടെ ഡിസൈൻ ഒത്തിരി പേർക്ക് ഇഷ്ടമുള്ള ഡിസൈനാണ്. പിന്നെ ഞാൻ വിചാരിച്ചത് ചെയ്യുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലാങ്കറ്റ് സ്റ്റിച്ചൊക്കെ യൂസ് ചെയ്തിട്ട് സ്ട്രോബെറി ചെയ്യാം, പക്ഷെ അപ്പോൾ ഒരു ഫില്ലിംഗ് ആയിട്ട് ഉണ്ടാവില്ല, അതുകൊണ്ട് ലോങ് ആൻഡ് ഷോർട്ട് ചെയ്യാമെന്ന്. അപ്പോൾ ഫില്ല് ചെയ്ത് വന്ന സ്ട്രോബെറി ആയതുകൊണ്ടാണ് കൂടുതൽ ഭംഗിയായിട്ട് തോന്നിയത്. പിന്നെ നമുക്ക് സ്ട്രോബെറി വേണമെങ്കിൽ ഫ്രഞ്ച് നോട്ട് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ അതെല്ലാം നമുക്കിനി അടുത്ത വീഡിയോയിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം. അതേപോലെ ബീഡ്സ് കൊണ്ട് സ്ട്രോബെറീസ് ചെയ്യാം. അപ്പോൾ അതെല്ലാം ഞാൻ വിചാരിക്കുന്നുണ്ട്. അതിനെല്ലാം ഈ ബീഡ്സ് വർക്കൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും കുറച്ച് ഗ്ലോസി ആയിട്ടുള്ള സിൽക്ക് ടൈപ്പ് സാരിയിലൊക്കെ ചെയ്യുമ്പോഴായിരിക്കും ഭംഗി. അതേപോലെ സാരിക്ക് കുറച്ച് തിക്നെസ്സും കൂടി ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. ബീഡ്സിന് കുറച്ച് വെയിറ്റ് വരുന്നുണ്ടല്ലോ, അപ്പോൾ നമ്മുടെ ഈ വെയിറ്റ് താങ്ങാൻ പറ്റിയ തിക്നെസ്സുള്ള സാരി ആണെങ്കിൽ ഭംഗിയായിരിക്കും. അപ്പോൾ അതൊക്കെ കിട്ടുന്ന അനുസരിച്ച് ഞാൻ ചെയ്ത് വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്തേക്കാം. എപ്പോഴും പുതിയ ഡിസൈൻസ് കാണുമ്പോഴും അതേപോലെ പുതിയ എന്തെങ്കിലും കാണുമ്പോൾ എങ്ങനെ അത് ഹാൻഡ് എംബ്രോയിഡറിയിൽ ചെയ്യാൻ പറ്റും, അത് എങ്ങനെ അത് നിങ്ങൾക്ക് കാണുന്ന വിധത്തിൽ നിങ്ങൾക്കും കൂടി ചെയ്യാൻ പറ്റിയ വിധത്തിൽ ചെയ്യാൻ പറ്റും ഞാൻ ആലോചിക്കുന്നുണ്ട്. അതേപോലെ ഡിസൈൻസും പുതിയ ഡിസൈൻസും വരച്ചിട്ട് അതും അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ഈ വീഡിയോയുടെ എൻഡിൽ ഞാൻ ഇതിൻ്റെ ഡിസൈൻ കൂടി ആഡ് ചെയ്തേക്കാം. അപ്പോൾ ആർക്കെങ്കിലും അതിൻ്റെ ഡിസൈൻ വേണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക, എന്നിട്ട് നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുത്താൽ മതിയാവും. ഇതിൽ ഞാൻ സ്ട്രോബെറിയുടെ ചെറിയ ഡിസൈനാണ് ചെയ്യുന്നത്. അപ്പോൾ വലിയ ഡിസൈൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുത്തതിന് ശേഷം ആ ഡിസൈൻ ഒന്നുകൂടി അതിൻ്റെ സൈഡിൽ വെച്ച് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് വലിയ ഡിസൈൻ ആക്കാൻ സാധിക്കും. നെക്സ്റ്റ് നമുക്ക് സ്ട്രോബെറി ചെയ്യുമ്പോൾ അതിൻ്റെ സ്റ്റെമ്മിൻ്റെ പോർഷനും കൂടി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ സ്റ്റെം സ്റ്റിച്ച് യൂസ് ചെയ്യുന്നുണ്ട്. സ്ട്രോബെറിയുടെ ടോപ്പ് പോർഷൻ വരുന്ന ഭാഗത്തായിട്ട് സാറ്റിൻ സ്റ്റിച്ചും യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങളൊന്ന് കെയർഫുള്ളായിട്ട് നോക്കുക. നമ്മൾ വരച്ചിരിക്കുന്ന കറക്റ്റ് സൈസിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ കാണാനായിട്ട് ഭംഗി ഉണ്ടാവുള്ളൂ. ഒന്നും നീങ്ങിപ്പോകാതെ നോക്കുക കേട്ടോ. ഇതെന്ന് വെച്ചാൽ ചെറിയ ഡിസൈനാണ്. പിന്നെ സ്ട്രോബെറി എന്ന് പറഞ്ഞാൽ അതിന് സ്പെസിഫിക് ആയിട്ടുള്ളൊരു ഷേപ്പ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് എപ്പോഴും വളരെ കെയർഫുള്ളായിട്ട് ടൈം എടുത്തിട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതും കൂടി ചെയ്തതിന് ശേഷം ഞാൻ നിങ്ങളെ എങ്ങനെയാണ് ഞാൻ സ്ട്രോബെറി ചെയ്തിരിക്കുന്നതെന്നും കൂടി കാണിച്ചു തരാം. ചിലർക്കൊക്കെ ഇതിനേക്കാൾ ഈസി ആയിട്ട് സ്ട്രോബെറി ചെയ്യാനായിട്ട് അറിയാമായിരിക്കും. അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ഇടുക. അതിൽ നമുക്ക് കമൻറ്റ് ബോക്സിലൂടെ മെസ്സേജായിട്ട് അറിയിക്കുകയാണെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കൂടുതൽ വീഡിയോസ് അതിനെക്കുറിച്ചൊക്കെ ചെയ്തു കൊടുക്കാനായിട്ട് സാധിക്കും. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട്, അത് ക്ലിയർ ചെയ്യാനാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ മെസ്സേജ് അയക്കുക, അതിനൊക്കെ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതും ഞാൻ ശ്രദ്ധിച്ചേക്കാം. എപ്പോഴും ഹാൻഡ് എംബ്രോയ്ഡറി എന്ന് പറയുമ്പോൾ നമ്മൾ പുതിയ ഡിസൈൻസ് ചെയ്ത് വെക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് എല്ലാവരും. അതേപോലെ മാക്സിമം കിട്ടുന്ന ഡിസൈൻസ് എല്ലാം കളക്ട് ചെയ്ത് വെക്കാനും ശ്രദ്ധിക്കാറുണ്ട്. ഞാനും അതേപോലെ തന്നെ എനിക്ക് പറ്റുന്ന ഡിസൈൻസൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അതേപോലെ മാക്സിമം കിട്ടുന്ന പിക്ചേഴ്സൊക്കെ നോക്കി വരച്ചിട്ട് അതിൻ്റെ പിക്ചേഴ്സ് ഞാൻ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. ഇപ്പോൾ എന്തായാലും ക്രിസ്മസിൻ്റെ ടൈം ആയതുകൊണ്ട് നമുക്ക് ക്രിസ്മസിന് യൂസ് ചെയ്യാൻ പറ്റിയ ഒത്തിരി ഡിസൈൻസ് ചെയ്യണം എന്നുണ്ട്. അപ്പോൾ ഞാൻ ഡെയിലി ഓരോ ഡിസൈൻ അപ്ലോഡ് ചെയ്യണം എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. 3-4 ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോന്ന് ഫിനിഷ് ആകുമ്പോഴേക്കും ഞാൻ വേഗം തന്നെ അത് അപ്ലോഡ് ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾ വീഡിയോസൊക്കെ റെഗുലറായിട്ട് കാണുക. അതേപോലെ പറ്റാവുന്നതൊക്കെ ചെയ്ത് നോക്കുക കേട്ടോ. ഇപ്പോൾ സാരി വാങ്ങിച്ച് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ പ്ലെയിൻ കളർ ഹാൻഡ് കർച്ചീഫ്സൊക്കെ ഒത്തിരി നമ്മുടെ ഷോപ്സിലൊക്കെ അവൈലബിൾ ആയിട്ട് കിട്ടും. അതിലൊക്കെ ചെയ്ത് നോക്കുക. ഹാൻഡ് കർച്ചീഫ് ആകുമ്പോൾ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ ഈസിയാണ്. അപ്പോൾ അതൊക്കെ എടുത്ത് വെക്കുകയാണെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും സാരി ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഡിസൈൻസൊക്കെ നമുക്കൊന്ന് റെഫർ ചെയ്യാമല്ലോ.
കാണുമ്പോൾ എപ്പോഴും ചെയ്ത് നോക്കുവാണെങ്കിൽ നമുക്കത് പിന്നീട് ചെയ്യുമ്പോൾ യൂസ്ഫുള്ളാവും. കണ്ടോ, ഇത് ഞാൻ ഇതിൻ്റെ ആ ഒരു സ്റ്റെമ്മിൻ്റെ പോർഷനൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് എങ്ങനെയാണ് സ്ട്രോബെറി ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു സ്ട്രോബെറി കളർ കോമ്പിനേഷൻ മനസ്സിലാൻ വേണ്ടി ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഡാർക്ക് കളർ ത്രെഡ് എടുത്തിട്ട് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ചാണ് ഇതിനു വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത്. ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡബിൾ കളർ ത്രെഡൊക്കെ യൂസ് ചെയ്യുമ്പോൾ അത് യൂസ് ചെയ്യാനായിട്ട് ഭംഗിയായിരിക്കും, അതേപോലെ തന്നെ കാണാനും കൂടുതൽ ഭംഗിയായിരിക്കും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്നൊന്ന് നിങ്ങളെ കാണിക്കാം കേട്ടോ. നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇൻ ബിറ്റ്വീൻ ഗ്യാപ്പൊന്നും വരാതെ നോക്കുക. സ്റ്റിച്ചിങ് മാക്സിമം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സ്ട്രോബെറി ചെയ്യാനായിട്ട് ഞാൻ 6 strands ത്രെഡാണ് എടുത്തിരിക്കുന്നത്. 6 strands എടുക്കുമ്പോൾ നല്ല ആ ഒരു ഫ്രൂട്ടിൻ്റെ ഒരു ഫിനിഷിങ് ഫീൽ നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ 6 strands എടുത്തിരിക്കുന്നത് കേട്ടോ. നേരത്തെ ഞാനതൊരു 3 strands ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ടൈംസ് ഇൻക്രീസ് ചെയ്യേണ്ടി വരും. എന്താണെന്ന് വെച്ചാൽ ആ ഒരു തിക്നെസ് കിട്ടാനായിട്ട്. അതുകൊണ്ട് എപ്പോഴും 6 strands ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് നമ്മുടെ ഡിസൈൻ ഫിനിഷ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ വീഡിയോ ചെയ്ത സമയത്താണ് ഞാൻ ആലോചിച്ചത്, ഒരു ലാവൻഡർ ഷെയ്ഡ് സാരിയൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു പിങ്ക് സ്ട്രോബെറി ചെയ്താൽ കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും. നല്ല ഡാർക്ക് പിങ്ക് എടുത്തിട്ട് ചെയ്യുക, അതേപോലെ കുറച്ച് ഷെയ്ഡ് യൂസ് ചെയ്യാമെന്ന്. അപ്പോൾ അതും ഞാൻ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും കേട്ടോ. പിന്നെ കൂടുതൽ ഞാൻ പറഞ്ഞില്ലേ, ഒത്തിരി പേര് പറയുന്നത് ക്രിസ്മസിന് ഇടാൻ പറ്റിയ കുറച്ച് ഡ്രസ്സ് വേണം, അതിന് പറ്റിയ ഡിസൈൻസ് വേണം എന്നൊക്കെയാണ്. അതുകൊണ്ടാണ് ഈ ഒരു ഗ്രീൻ ആൻഡ് റെഡ് തീമിൽ കൂടുതലായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു നെറ്റ് കോട്ട സാരി കൂടി ഞാനിങ്ങനെ വർക്ക് ചെയ്ത് കാണിക്കാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്, അതായത് സിൽക്കി കോട്ടയുടെ സാരി. അപ്പോൾ അതിലും കൂടി ഏതെങ്കിലും നല്ലൊരു ഡിസൈൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയത് കൂടി അപ്ലോഡ് ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഹാൻഡ് കർച്ചീഫ് ചെയ്യാൻ പറ്റിയതും ബെഡ്ഷീറ്റ് ചെയ്യാൻ പറ്റിയ കുറച്ച് ഡിസൈൻസ് കൂടി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എല്ലാം ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. മാക്സിമം പറ്റുന്ന അനുസരിച്ചെല്ലാം നേരത്തെ ചെയ്തേക്കാം. ഈ ഡിസൈൻ നമുക്ക് ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റിയൊരു ഡിസൈനായിട്ടോ. പക്ഷെ നമ്മൾ കുറച്ച് പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലാണ് ഇത്രയും സ്പീഡിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്ന് വെച്ചാൽ കംപ്ലീറ്റ് ഫില്ലിങ് വേണ്ട ഡിസൈനാണിത്. അപ്പോൾ നമ്മൾ അത്യാവശ്യം നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പീഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. ഓൾറെഡി ഞാൻ നിങ്ങളോട് പറഞ്ഞു, സ്ട്രോബെറിയിൽ ഞാൻ 2 കളേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. റെഡിൻ്റെ തന്നെ ഷെയ്ഡ്സാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡാർക്ക് കളറ് ആദ്യം മേൽഭാഗത്ത് കൊടുത്തു, എന്നിട്ട് അതിന് ശേഷമാണ് സ്ട്രോബെറിയുടെ താഴെ ലൈറ്റ് റെഡ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ലോങ് ആൻഡ് ഷോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഗ്യാപ്പ് പോലെ വരുന്ന ഭാഗത്തേക്ക് കയറ്റി വേണം നീഡിൽ കുത്തിയിട്ട് എടുക്കാനായിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഇൻ ബിറ്റ്വീൻ സ്പേസ് കാണും. അപ്പോൾ സ്പേസ് ഒന്നും വരാത്ത രീതിയിൽ നല്ല ഭംഗിയായിട്ട് ഫില്ല് ചെയ്ത് വേണം ഈ ഡിസൈൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഒട്ടും സ്പേസ് ഇടാതെ തന്നെ ചെയ്യാനായിട്ട് നോക്കുക. എനിക്ക് തോന്നി നെറ്റ് കോട്ട സിൽക്കി കോട്ട സാരീസൊക്കെ നമുക്ക് ഹാൻഡ് വർക്ക് ചെയ്യാനായിട്ട് പറ്റിയ നല്ല സാരികളാണ്. ശരിക്ക് നമ്മൾ ചെയ്യുന്ന സമയത്ത് നല്ല സ്റ്റിഫായിട്ട് നിൽക്കും മെറ്റീരിയൽ. അങ്ങനെ നിൽക്കുമ്പോൾ നമുക്കത് നല്ല ഭംഗിയായിട്ട് ഫിനിഷ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഫ്രെയിമൊക്കെ കുറച്ച് നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള ആംഗിളിൽ പിടിക്കുക. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി കൺവീനിയൻ്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ ഒത്തിരി നേരം ഹാൻഡ് വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്ക് റെസ്റ്റ് കിട്ടുന്ന പോലെയുള്ള ചെയേഴ്സിലിരിക്കുക, കുറച്ച് ചാരി ഇരുന്നിട്ടൊക്കെ ചെയ്യാം. അപ്പോൾ അതൊക്കെ നമുക്ക് ഒരു വർക്ക് ചെയ്യാൻ ഈസിയുമാവും. പിന്നെ ഒത്തിരി നേരം വർക്ക് ചെയ്ത് ഉണ്ടാകുന്ന ബോഡി പെയിനൊക്കെ ഒഴിവാക്കാനായിട്ട് സാധിക്കും കേട്ടോ. വേറെ ഒത്തിരി പേര് ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്, ഞാൻ എത്ര സാരി വർക്ക് ചെയ്യും അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. എനിക്ക് ജോലി കഴിഞ്ഞിട്ട് കിട്ടുന്ന 1-2 മണിക്കൂർ മാത്രമാണ് ഈ വർക്ക് ചെയ്യാനായിട്ടൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം ഞാനൊരു 1 വീക്കിലൊരു സാരിയൊക്കെ എനിക്ക് ഫിനിഷ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ ചിലപ്പോൾ ഹോളിഡേയ്സൊക്കെ ആണെങ്കിൽ കുറച്ചധികം നേരം ഞാൻ ഇതിനു വേണ്ടിയൊക്കെ സ്പെൻഡ് ചെയ്യാറുണ്ട്. കണ്ടോ, നമ്മുടെ വർക്ക് ഓൾമോസ്റ്റ് ഫിനിഷായി വരുന്നുണ്ട് സ്ട്രോബെറി. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ ഗ്യാപ്പ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ ആ ഗ്യാപ്പ് എങ്ങനെ നമുക്ക് ഫില്ല് ചെയ്യാമെന്ന് കൂടി ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ. കണ്ടോ, നടുക്കായിട്ടൊരു ചെറിയ ഗ്യാപ്പ് ഇതേപോലെ ത്രെഡ് ഇട്ട് കൊടുത്താൽ അതും നമുക്ക് ഫില്ല് ചെയ്യാം. കണ്ടോ, ഇപ്പോൾ നമ്മുടെ ഡിസൈൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യേണ്ടത് ഇതിലിടയ്ക്കിടയ്ക്ക് വൈറ്റ് ഡിസൈൻസ് കൊടുക്കണം. ഇത് ഏറ്റവും ഈസി ആയിട്ടുള്ള സ്റ്റിച്ചായിട്ടോ നമ്മൾ ചെയ്യുന്നത്. നമ്മൾ നോർമലി ചെയ്യുന്ന റണ്ണിങ് സ്റ്റിച്ച് ഇട്ട് കൊടുത്താൽ മതി. അതായത് സാറ്റിൻ സ്റ്റിച്ച് എന്നൊക്കെ പറയാം. അടുത്തടുത്ത് വരുമ്പോഴാണ് സാറ്റിൻ സ്റ്റിച്ച് എന്ന് പറയുന്നത്. നോർമലി നമ്മൾ ഈ സ്റ്റിച്ചിന് റണ്ണിങ് സ്റ്റിച്ച് എന്ന് പറയുന്നത്.
അപ്പോൾ ഈ സ്ട്രോബെറിയുടെ ഇടയ്ക്കിടയ്ക്കായിട്ട് എവിടേക്കാണ് വേണ്ടതെന്ന് വെച്ചാൽ അവിടെ എല്ലാം നമ്മൾ ഇതേപോലത്തെ സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. ഞാൻ ഫസ്റ്റ് ചെയ്ത സ്റ്റിച്ച് കുറച്ച് തിന്നായിട്ട് പോയി. അപ്പോൾ അതിനെ നമുക്കൊന്ന് കുറച്ചുകൂടി തിക്കാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ ഒന്നുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്താൽ മതി. കണ്ടോ? അപ്പോൾ ചെറിയ കറക്ഷൻസൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് തന്നെ വരുത്താം. എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഡിസൈൻ മാക്സിമം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോഴായിരിക്കും അത് കാണാനായിട്ട് കൂടുതൽ ഭംഗി വരുന്നത്. ഇത് നമ്മൾ വൈറ്റ് ചെയ്യുന്നതിന് പകരം വേണമെങ്കിൽ ബ്ലാക്ക് ത്രെഡ് കൊണ്ടും ചെയ്യാം. എനിക്ക് കൂടുതൽ വൈറ്റ് ഇട്ടാലായിരിക്കും ഭംഗിയെന്ന് തോന്നി കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വൈറ്റ് യൂസ് ചെയ്തത്. ഇനി ഞാൻ നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡിസൈൻ ഒന്ന് കാണിക്കാം കേട്ടോ. ഇത് കംപ്ലീറ്റ് ആയിട്ടുള്ള സ്ട്രോബെറിയുടെ ഡിസൈനാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലായിരുന്നു നിങ്ങളോട്, ഇത് ചെറിയൊരു ബഞ്ചാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ കൂടുതൽ ബഞ്ചസ് ആഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ പിക്ചേഴ്സ് വലുതാക്കി എടുക്കാനും കോർണർ ഡിസൈൻസ് ഒക്കെ ഉണ്ടാക്കാനും ഇത് നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ട്രേസിങ് തിരിച്ച് വെച്ച് കൊടുത്താൽ പിക്ചേഴ്സ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇതോടൊപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ പിക്ചറും കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ പിക്ചർ വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പ്രിൻ്റ് ഔട്ട് എടുക്കുക കേട്ടോ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കസിൻസിനും ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ഞാൻ പുതിയ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. വിൽ മീറ്റ് സൂൺ.